ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പത്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ പത്മയല്ല അത് ചെയ്യേണ്ടത്, ഞാനാ. ഒളിവ് ജീവിതത്തിനിടയ്ക്ക് ഇത് സംഘടിപ്പിക്കലായിരുന്നു എന്റെ പ്രധാന ലക്ഷ്യം. എന്നോട് നന്ദി സ്നേഹമുള്ള ഒരൊറ്റ കൂടപ്പറപ്പേ ഉള്ളൂ, അത് അവൻ മാത്രമാ. ഞാനേ പ്രതാപന്റെ ആയുസിനു വേണ്ടി എന്തും ചെയ്യും. ഇത് നിങ്ങൾ പ്രതാപേട്ടന് വേണ്ടി ചെയ്യുന്ന പുണ്യകർമ്മമൊന്നുമല്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്താടി ഞാൻ ചെയ്യുന്നേ? നിനക്ക് വ്യക്തമായിട്ട് അറിയാങ്കിലേ നീ പറയടി. ആ കുഞ്ഞും പ്രതാപേട്ടനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് ഇല്ലാതാക്കണം. എന്നിട്ട് പ്രതാപേട്ടന്റെ എല്ലാ സ്വത്തും സ്ഥാപനങ്ങളും നിങ്ങളുടെ മകന്റെ പേരിലാക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കുന്ന തന്ത്രങ്ങളുടെ അവസാന ഭാഗ ഈ ഇരിക്കപ്പിണ്ട വെക്കല്. ഓ, അത്രയ്ക്കൊക്കെ കടന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടോ? അതിനെ സിക്സ്ത് സെൻസ് ഒന്നും വേണ്ട മേഡം, ഇത്തിരി കോമൺ സെൻസ് മതി. ആ, എന്നാ ഇതൊക്കെ എന്റെ കുരുട്ടു ബുദ്ധിയാന്ന് നീ തെളിയിക്കടി. ആ, ഞാൻ തെളിയിക്കും. എവിടെയോ കിടന്ന് ഒരു ഫ്രോഡ് ജോത്സ്യനെ വിളിച്ചു വരുത്തി അയാൾക്ക് കാശും കൊടുത്ത് ഒരു കവടി നിരത്തലും പ്രശ്നപരിഹാരം, അതും 16-ാം നൂറ്റാണ്ടിലും മറ്റും ഏതോ വിവരദോഷി ചെയ്തു വെച്ച് ഇരിക്കപ്പിണ്ടം. മതിയടി പ്രസംഗിച്ചത്. ഈ മരണാനന്തര കർമ്മം ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ, ഇവിടെ നടത്താൻ പറ്റുമെന്നേ ഞാൻ കാണിച്ചു തരാം. ഈ വീടിന്റെ യഥാർത്ഥ കുടുംബിനി അത് ഞാനാ. അല്ല, ഈ വീടിന്റെ യഥാർത്ഥ അവകാശി ഹൃദയ. ഈ വീട് അവളുടെ പേരില. നീ എത്രയൊക്കെ കിടന്ന് അലറിയാലും അവളുടെ ഇരിക്കപ്പെട്ട ഞാൻ നടത്തിയിരിക്കും. ഇല്ല, ഞാൻ ആവത് ശ്രമിച്ചു നോക്കും അത് നടത്താതിരിക്കാൻ വേണ്ടി. ഗത്യന്തരം ഇല്ലാതെ വന്ന ആ നിമിഷം ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങും, എന്നേക്കുമായി. നീ ഈ വീടിന്റെ പടി ഇറങ്ങണം, അല്ലെങ്കിലേ നിന്നെ ഞാൻ ഇറക്കും പുറത്തേക്ക്. നീ കരുതി നിന്നോ. മാഡത്തെ കാണണമെന്ന് പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു കാര്യം പറയാനാ. എന്താ വേണൂട്ടാ? കേൾക്കുമ്പോ മാഡത്തിന് വിഷമം തോന്നുന്ന ഒരു കാര്യ, പക്ഷെ പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. ഈ പ്രശ്നം നമ്മൾ കൂടി ആലോചിച്ച് ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. വേണൂട്ടൻ കാര്യം തുറന്നു പറയും. ആ എന്തരവളുണ്ടല്ലോ, വർമ്മ സാറിന്റെ ചേച്ചി അംബിക, അവളുടെ ദ്രോഹം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുക. അവള് കർമ്മികളെയും പൂജാരികളെയൊക്കെ വിളിച്ചു വരുത്തി മോളെ ഇരിക്കപ്പെണ്ണം വെക്കാൻ പോവാണെന്ന്. ഇരിക്കപ്പെണ്ടോ? എന്തൊക്കെയാ വേണൂട്ടായി കേക്കുന്നേ? യാമിനി മാഡം വിളിച്ച് രാജുവിനോട് പറഞ്ഞു. അത് കേട്ടപ്പോ തന്നെ ഞാൻ മാഡത്തിന്റെ അടുത്തേക്ക് ഓടി വന്നതാ. ഋതുമോളുടെ അമ്മയല്ലേ പത്മാവതി മാഡം, അമ്മയ്ക്കല്ലേ ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അച്ഛനെന്ന് പറയുന്ന മാനൻ അവിടെ ഇല്ലേ? വർമ്മ സാറ് കുട്ടിയുടെ അച്ഛനല്ലെന്ന് അവളങ്ങ് സ്ഥാപിച്ചെടുത്തിരിക്കല്ലേ. തന്നെയല്ല, വർമ്മ സാറും ശേഖർ സാറും അവിടെ ഇല്ല. ഈ ജാതകക്കാരി ജീവിച്ചിരിക്കുന്നത് വർമ്മ സാറിന്റെ ജീവന് ആപത്താണത്രേ. അതുകൊണ്ട് ഇരിക്കപ്പിണ്ടം വെക്കാൻ ഇവള് കൈക്കൂലി കൊടുത്ത ജ്യോത്സ്യം കൽപ്പിച്ചു അത്രേ. എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോ അവളുടെ ഒരു ഇരിക്കപ്പിണ്ടം. ഇത്രയും നാള് ഞാൻ തോറ്റു കൊടുത്തതും ക്ഷമിച്ചതും ഒക്കെ എന്റെ മോൾക്ക് വേണ്ടിട്ടാ, എന്റെ മോളുടെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടിട്ട്. ഇനി ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഇതുവരെ ജീവിച്ചത് ജയിലിലെ പോലെ തന്നെയായിരുന്നു. ഇനി എന്നേക്കുമായി ജയിലിലേക്ക് തന്നെ പോവാം. ആ രാക്ഷസെ അങ്ങ് കൊന്നിട്ട് ചോരയൊന്നും വീഴ്ത്താതെ ഈ കാര്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. എനിക്ക് വർമ്മ സാറിന്റെ വീട്ടിൽ കയറി ഇരിക്കപ്പിണ്ണം തടയാനായിട്ട് ചില പരിമിതികളുണ്ട്. എന്റെ മകന്റെ അമ്മായി അച്ഛനാ. താൻ എന്തിനാ എന്റെ മുറ്റത്ത് കയറിയെന്ന് എന്നോട് ചോദിച്ചാ എനിക്കതിന് മറുപടിയില്ല.
വേണുമായിട്ട് അതിനൊന്നും പോണ്ട. എന്റെ മകളെയാ അവൾ ജീവനോടെ കൊല്ലാൻ പോകുന്നത്. അവളെ ഞാൻ ഇനി വെച്ചേക്കില്ല. ആ മുറ്റത്തിട്ട് അവളെ ഞാൻ കൊല്ലും. എന്റെ ജീവിതം അവള് തൊലച്ചു. ഇനി എന്റെ കുഞ്ഞിനെ അവൾ എന്തേലും ചെയ്താ കത്തിക്കും ഞാൻ അവളെ. നിക്ക്. ജഗന്നാഥേട്ടാ, എല്ലാം വേണോട്ടം പറയും. ഞാനൊരു കാര്യത്തിന് പോവാ. പത്മയോട് നിൽക്കാനാ പറഞ്ഞേ. എനിക്ക് സമയമില്ല. ഞാനിതെല്ലാം അറിഞ്ഞിട്ടാ വന്നിരിക്കുന്നേ. പത്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ പത്മയല്ല അത് ചെയ്യേണ്ടത്, ഞാനാ. ഒളിവ് ജീവിതത്തിനിടയ്ക്ക് ഇത് സംഘടിപ്പിക്കലായിരുന്നു എന്റെ പ്രധാന ലക്ഷ്യം. ഇതെന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ നേടിയതാണെങ്കിലും ലക്ഷ്യം അവള് തന്നെയായിരുന്നു, അംബിക. പത്മയുടെയും പ്രതാപന്റെയും ജീവിതം തകർക്കാൻ വേണ്ടി അവൾ ഉപയോഗിച്ച ആയുധം ഞാനാ. 3 ജീവിതങ്ങളാ അവൾ തകർത്ത് കളഞ്ഞത്. ഒരാളിതിപ്പോഴും അറിയുന്നില്ല. പത്മയ്ക്കും പ്രതാപനുമൊക്കെ ഇനിയൊരു ജീവിതം പ്രതീക്ഷിക്കാം. പക്ഷേ എനിക്കതില്ല. അതുകൊണ്ട് അംബികയുടെ മരണം എന്റെ കൈകൊണ്ട് നടക്കണം. എന്നാലേ എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. ജഗന്നാഥേട്ടാ, എടാ ജഗ, നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാടാ. ആലോചിക്കാൻ ഒന്നുമില്ല. കാലങ്ങളായി ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. അവസരം ഇപ്പോഴാ ഒത്തുവന്നെന്ന് മാത്രം. എടാ, തിരികെ വിളിക്കരുത്, പുറകെ വരികരുത്. ഞാൻ പറയുന്നത് നിങ്ങളങ്ങോട്ട് കേട്ടാ മതി. ഋതികയുടെ അമ്മയ്ക്കും അവളുടെ അമ്മായിയച്ഛനായ വേണുവിനും ഈ ജഗനൊരു വാക്ക് തരുന്നു. ഇരിക്കപ്പിണ്ടൊന്നും നടക്കില്ല. പിണ്ടം വെക്കാൻ പോകുന്ന അമ്പിയെ ആ ബലിപ്പുരയിലിട്ട് ഞാൻ കൊല്ലും. കേട്ടോ?